വാർത്തകളിലേക്ക്. കോട്ടയം കാഞ്ഞിരപ്പള്ളി ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ജോർജ് കുര്യന് ഇരട്ട ജീവപര്യന്തം ശിക്ഷ. കോട്ടയം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി. 20 ലക്ഷം രൂപ പിഴയും കൊടുക്കണം. വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നു. ആന്റണി, എന്തായാലും വിധി വന്നിരിക്കുന്നു. ഇരട്ട ജീവപര്യന്തമാണല്ലേ? ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ജോർജ് കുര്യന് കോട്ടയം ജില്ലാ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇരട്ട ജീവപര്യന്തമാണ് നിലവിൽ കോടതി വിധിച്ചിരിക്കുന്നത്. 2 കൊലപാതകങ്ങളും, അതായത് ഓരോ കൊലപാതകത്തിനും ഓരോ ജീവപര്യന്തമാണ് പ്രതി അനുഭവിക്കേണ്ടതെന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ 2 ജീവപര്യന്തം ഈ കൊലപാതകങ്ങളിൽ മാത്രം പ്രതി അനുഭവിക്കണം. അതിനു പുറമെ മറ്റൊന്നുള്ളത്, ഈ പ്രതിക്ക് വീട് കയറി ആക്രമണം, അതിന് 6 വർഷം തടവുണ്ട്. അതുപോലെ തന്നെ ഇവരെ ഭീഷണിപ്പെടുത്തുന്നതിൽ ആ വകുപ്പിൽ 2 വർഷം തടവ് അനുഭവിക്കണം. അതുപോലെ തന്നെ ആംസ് ആക്ട് പ്രകാരം 3 മാസം തടവും കോടതി വിധിച്ചിട്ടുണ്ട്. അതായത് ഈ 8 വർഷവും 3 മാസവും തടവ് ഈ 3 വകുപ്പുകളിൽ അനുഭവിച്ച് തീർന്ന ശേഷം മാത്രമായിരിക്കും പ്രതിയുടെ ജീവപര്യന്തം, ഈ ഇരട്ട ജീവപര്യന്തം ശിക്ഷ തുടങ്ങുക എന്നുള്ളതാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതായത് 2 ഇരട്ട ജീവപര്യന്തത്തിന് പുറമെ ഒരു 8 വർഷം തടവ്, 8 വർഷം തടവും 3 മാസം 8 വർഷവും 3 മാസവും തടവ് പ്രതി അനുഭവിക്കണം. ഇത് അനുഭവിച്ച ശേഷമായിരിക്കും ഇരട്ട ജീവപര്യന്തം തുടങ്ങുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ 20 ലക്ഷം രൂപ പിഴയൊടുക്കാനും കോടതി വിധിച്ചിട്ടുണ്ട്. ഈ തുക കൊല്ലപ്പെട്ട രഞ്ജുവിൻ്റെ കുടുംബത്തിന്, രഞ്ജുവിൻ്റെ പ്രായപൂർത്തിയാകാത്ത മക്കളുണ്ട്, ആ കുട്ടികൾക്കാണ് ഈ തുക നൽകേണ്ടത് എന്നുള്ളതാണ് പ്രധാനമായും കോടതിയുടെ വിധിയിൽ ഉള്ളത്. അങ്ങനെ 20 വധശിക്ഷയാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. പക്ഷേ പ്രോസിക്യൂട്ടർ പറഞ്ഞത് ഇപ്പോൾ നിലവിൽ കോടതിക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന ശിക്ഷ തന്നെയാണ് നൽകിയിട്ടുള്ളത് ഈ കേസിൽ എന്നുള്ളതാണ് പ്രോസിക്യൂഷനും ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും കഴിഞ്ഞ ദിവസമാണ് ഈ ജോർജ് കുര്യൻ കുറ്റക്കാരനാണെന്ന് കോട്ടയം ജില്ലാ കോടതി, അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധി പറഞ്ഞത്. അതിനുശേഷം ഇന്നലെ പ്രതിഭാഗത്തിനും വാദിഭാഗത്തിനും പറയാനുള്ളത് കോടതി കേട്ടു. അതിനുശേഷമാണെന്ന് ശിക്ഷ പറയുന്നതിലേക്ക് ഇന്ന് മാറ്റിയത്. ഏതായാലും വിധി വന്നിരിക്കുന്നു. കോട്ടയം അഡീഷണൽ ജില്ലാ കോടതിയുടെ വിധി വന്നിരിക്കുന്നു. പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ, അതിനു പുറമെ 8 വർഷം വിവിധ വകുപ്പുകളിലായി മറ്റ് തടവും അനുഭവിക്കണം. അതിനു പുറമെ 20 ലക്ഷം രൂപ പിഴയും കൊടുക്കണമെന്നുള്ളതാണ് ഇപ്പോൾ കോടതിയുടെ വിധി. 2022 ഈ നാടിനെ നടുക്കിയ സംഭവം ഉണ്ടാകുന്നത്. സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട് പ്രതി സഹോദരനെയും അതുപോലെ തന്നെ അമ്മാവനെയുമാണ് വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ഈ ജോർജിന്റെ സഹോദരൻ രഞ്ജു കുര്യൻ, അതുപോലെ തന്നെ മാതൃ സഹോദരൻ മാത്യൂസ് കറിയ എന്നിവരെയാണ് ഈ വീട്ടിൽ അതിക്രമിച്ച് കയറി പ്രതി വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ഏതായാലും ഇപ്പോൾ ശിക്ഷ വന്നിരിക്കുന്നു. ഇരട്ട ജീവപര്യന്തമാണ് പ്രതിക്ക് കോടതി വിധിച്ചിരിക്കുന്നത്.